ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ ഈ ചാപ്റ്ററിന് ആവശ്യമായിട്ടുള്ള പെർസെൻറ്റേജിൽ നിന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഈ ക്ലാസ് മുകളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആഞ്ജനേയ ടെക് അക്കാഡമീസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടി പോവുകയാണ്. എ ഫ്രൂട്ട് സെല്ലർ ബൈ ലെമൺ അറ്റ് 2 for ₹1. ഒരു ഫ്രൂട്ട് സെല്ലർ കുറച്ച് നാരങ്ങ മേടിക്കുകയാണ്. ഫ്രൂട്ട് സെല്ലറാണ്, പഴക്കച്ചവടക്കാരനാണ്. അപ്പോൾ അയാൾ കച്ചവടത്തിനായിരിക്കും സ്വാഭാവികമായിട്ടും നാരങ്ങ മേടിച്ചത് ചന്തയിൽ നിന്നായിരിക്കും, മാർക്കറ്റിൽ നിന്ന് അല്ലേ. അവിടെ അയാൾ മേടിച്ചത് എങ്ങനെയാ? 2 for ₹1. രണ്ടെണ്ണം ₹1 എന്നുള്ള നിരക്കിൽ അയാൾ മേടിച്ചു. ആൻഡ് സെൽ ദം അറ്റ് 5 for ₹3. എന്നിട്ട് അയാൾ അത് വിറ്റതോ 5 എണ്ണം ₹3 എന്നുള്ള നിരക്കിലാണ് അയാൾ വിറ്റത്. ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റ്, അയാൾക്ക് സംഭവിച്ചത് ലാഭമാണോ നഷ്ടമാണോ, അത് എത്ര പെർസെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടെണ്ണം ₹1 എന്നുള്ള നിരക്കിലല്ലേ മേടിച്ചത്, എന്നിട്ട് അയാൾ വിൽക്കുമ്പോൾ 5 എണ്ണം ₹3 എന്നുള്ള നിരക്കിൽ എങ്ങനെയാണ് വിൽക്കാൻ വേണ്ടി പറ്റുന്നത്? രണ്ടെണ്ണം ₹1 മേടിച്ചെങ്കിൽ നമുക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് രണ്ടെണ്ണമല്ലേ അതേപോലത്തെ 5 രൂപയ്ക്കോ 6 രൂപയ്ക്കോ ഇഷ്ടത്തിനുള്ള വിലയ്ക്ക് വിൽക്കാൻ പറ്റൂ. രണ്ടെണ്ണം മേടിച്ചാൽ രണ്ടെണ്ണമല്ലേ വിൽക്കാൻ പറ്റൂ. എങ്ങനെയാണ് 5 എണ്ണം വിറ്റത് എന്ന് തോന്നാം. പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല. മാർക്കറ്റിൽ നിന്നും മേടിക്കുമ്പോഴത്തേക്കും അയാളുടെ ഫ്രണ്ടിലുള്ള ഒരു ടേബിളിൽ 2 നാരങ്ങ വെച്ചിട്ടുള്ള കുറേ സെറ്റ് നാരങ്ങ അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. അതിൽ അയാൾ വില ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയാ ഓരോ 2 നാരങ്ങയ്ക്കും ₹1. അങ്ങനെ ഇയാൾ എത്ര നാരങ്ങ വേണമെങ്കിലും മേടിച്ചിട്ടുണ്ടാകാം. 2 നാരങ്ങയ്ക്ക് ₹1. അതുപോലെ 4 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ₹2 6 എണ്ണം എടുത്താൽ ₹3, 8 എണ്ണം എടുത്താൽ ₹4. 2 നാരങ്ങയ്ക്ക് ₹1 എന്നുള്ള നിരക്കിൽ അങ്ങനെ അയാൾ എത്ര സെറ്റ് വേണമെങ്കിലും എടുത്തിട്ടുണ്ടാവാം. അയാൾ നിന്നിട്ട് മേടിച്ച അത്രയും നാരങ്ങയും ഒരു ബോക്സിൽ കയറ്റി അയാളുടെ കടയിലേക്ക് വിൽക്കാനായി കൊണ്ടുവരുന്നു എന്ന് കരുതിക്കൊള്ളൂ. എങ്കിൽ അയാൾ ഈ ബോക്സ് പൊളിച്ചിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഓരോ 5 നാരങ്ങ എടുത്ത് ഓരോ സെറ്റായിട്ട് മാറ്റി വെച്ചു എന്ന് കരുതുക. അയാൾ മേടിച്ച അത്രയും നാരങ്ങയും 5 വെച്ചിട്ടുള്ള സെറ്റായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് കസ്റ്റമർ മേടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അയാൾ വിറ്റത് 5 നാരങ്ങ ₹3 എന്നുള്ള നിരക്കിൽ അയാൾ മേടിച്ച അത്രയും നാരങ്ങയും വിറ്റിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അതായത് അയാൾ മാർക്കറ്റിൽ നിന്നും വിലയ്ക്ക് മേടിച്ചത് 2 നാരങ്ങ ₹1 എന്നുള്ള നിരക്ക് അയാൾ എത്ര വേണോ നാരങ്ങ മേടിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് ആ മേടിച്ച അത്രയും നാരങ്ങയും അയാൾ കടയിൽ കൊണ്ടുവന്ന് വിറ്റത് 5 എണ്ണം ₹3 എന്നുള്ള രീതിയിലാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രൂട്ട് സെല്ലർ ബൈ ലെമൺ 2 for ₹1 അല്ലേ. അയാൾ ബൈ ചെയ്തത് 2 എണ്ണം ₹1 എന്നുള്ള നിരക്കിലാണ് അല്ലേ. ലെമൺ ആണ് മേടിച്ചത്. അയാൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ 2 എണ്ണം ₹1 എന്നുള്ള നിരക്കിൽ മേടിച്ചു. എന്നിട്ട് ആൻഡ് സെൽ ദം അറ്റ് 5 for ₹3. എന്നിട്ടത് സെല്ല് ചെയ്തപ്പോൾ 5 എണ്ണം ₹3 എന്ന നിരക്കിൽ അയാൾ വിറ്റു. ഓക്കെ, 2 എണ്ണം ₹1 എന്നുള്ള നിരക്കിൽ മേടിച്ചിട്ട് 5 എണ്ണം ₹3 എന്നുള്ള നിരക്കിൽ വിറ്റു. ഇതിൽ നിന്നും നമുക്ക് ലോജിക്ക് യൂസ് ചെയ്ത് ലാഭം കണ്ടെത്തുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, 2 സാധനം ₹1 മേടിച്ചിട്ട് അതേ 2 സാധനമാണ് ₹3 വിറ്റിരുന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം നോക്കാൻ എളുപ്പമായിരുന്നില്ലേ. മേടിച്ചതും 2, വിറ്റതും 2. അപ്പോൾ അതിൻ്റെ വില മാത്രം നോക്കിയാൽ മതി. 2 എണ്ണം ₹1 മേടിച്ചിട്ട് 2 എണ്ണം ₹3 വിറ്റിരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ₹1 സാധനം ₹3 വിറ്റു. ₹1 ഒരു സാധനം മേടിച്ചിട്ട് ₹2 കൂട്ടി ₹3 വിറ്റു. 1ൽ 2 ലാഭം എന്നെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മേടിച്ച സാധനങ്ങൾ തുല്യമാക്കി കഴിഞ്ഞാൽ ലാഭം കണ്ടെത്താനായിട്ട് എളുപ്പമല്ലേ. തുല്യമാക്കാനായിട്ട് എളുപ്പ വഴി എന്താണ്?
ഈ 2ന്റെയും 5ന്റെയും LCM എടുത്താൽ പോരെ? 2 ലെമണിന്റെയും 5 ലെമണിന്റെയും LCM എടുത്തിട്ട് ആ നമ്പറിലേക്ക് ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മതിയാകും. അതിലേക്കായി 2ന്റെയും 5ന്റെയും LCM എടുക്കുക. ഓക്കെ, കൂട്ടത്തിൽ വലുത് ഏതാ? 5. 5ന്റെ ഏത് മൾട്ടിപ്പിളിൽ ചെറിയ നമ്പരും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. 5ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 5 × 1 5. 5ൽ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 5ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 5 × 2 10 ആണ്. 10ൽ 2 പോകും. 2 × 5 ആണ് 10. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ LCM 10 ആണ്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് മേടിച്ചതും വിറ്റതും 10 നാരങ്ങ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. എങ്കിൽ 10 നാരങ്ങയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇവിടെ 2 നാരങ്ങ 1 രൂപ എന്നുള്ള നിരക്കിലാണ്. 2 10 ആവാൻ 2 × 5 ആണ് 10. അപ്പോൾ 2ന്റെ 5 മടങ്ങ് കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. 2 × 5 ആണ് 10. 5 മടങ്ങ് കൊണ്ട് 2നെയും കുടിക്കുമ്പോൾ 5 × 2 10 ആവും. അപ്പോൾ വിലയും 5 മടങ്ങാകും. 5 × 1 5 rupees. അപ്പോൾ 10 lemon 5 × 2 10 lemon എത്ര? 5 × 1 5 rupees എന്ന് കിട്ടും അല്ലേ? 2നെ 5 മടങ്ങിലോട്ട് മാറ്റുമ്പോൾ വിലയും 5 മടങ്ങ് കൂടും. അതുപോലെ നമ്മൾ വിറ്റതും 10 നാരങ്ങ എന്നുള്ള ലെവലിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 5 10 ആവാനായിട്ട് എന്ത് ചെയ്യണം? 5 × 2 ആണ് 10 അല്ലേ? 5ന്റെ 2 മടങ്ങാണ് 10. 10 ലെമണിലോട്ട് കൊണ്ടുവന്നാൽ അതുപോലെ 5 നാരങ്ങ 3 രൂപയാണെന്നുണ്ടെങ്കിൽ 5 10 ആവുമ്പോൾ 2 മടങ്ങ് കൂടുന്നുണ്ടെങ്കിൽ വിലയും 2 മടങ്ങ് 3 × 2 6 ആവും. 10 നാരങ്ങ 6. അപ്പോൾ 10 നാരങ്ങയിലോട്ട് നമ്മൾ മാറ്റി. 10 നാരങ്ങ വാങ്ങിച്ചത് 5 രൂപയ്ക്കും എങ്കിൽ 10 നാരങ്ങ വിറ്റത് 6 രൂപയ്ക്കും എന്ന് കിട്ടും. ഇങ്ങോട്ട് എഴുതാം. ബൈ ലെമൺ എത്ര? 10 ലെമണിലോട്ട് നമ്മൾ മാറ്റിയപ്പോ പ്രൈസ് എത്ര? ബൈയിങ് പ്രൈസ് 5 എന്നും സെല്ലിംഗ് പ്രൈസ് 10 എണ്ണത്തിലോട്ട് മാറ്റിയപ്പോൾ 6 എന്നും കിട്ടി. ഇപ്പൊ നോക്കിയേ, 10 നാരങ്ങ മാർക്കറ്റിൽ നിന്നും 5 രൂപയ്ക്ക് അയാൾ ബൈ ചെയ്തിട്ട് കടയിൽ കൊണ്ടുവച്ച് വിറ്റപ്പോൾ അതേ 10 നാരങ്ങ 6 രൂപയ്ക്ക് വിറ്റു. അതിനർത്ഥം 5ൽ നിന്നും 1 രൂപ കൂട്ടിയാണ് അയാൾ വിറ്റത് വാങ്ങിയ വിലയിൽ നിന്നും. അപ്പോൾ അയാൾക്ക് ലാഭമാണ്. എത്രയാ ലാഭം? 5ൽ 1 ലാഭം. 5ൽ 1 ലാഭമാണ്. അത് എത്ര പെർസെൻറ്റേജ് എന്ന് കണ്ടുപിടിക്കാൻ ×100 കൊടുക്കുക. 5 വെച്ച് വെട്ടാം. 10ൽ 2 0 ബാലൻസ് 20% ലാഭം എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. വളരെ എളുപ്പമാണ്. ഈ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ മാറ്റി ചോദിച്ചിരുന്നാലും ബേസിക്കലി നമ്മൾ അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റത്തില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ബോട്ട് പെൻസിൽ അറ്റ് ദ റേറ്റ് ഓഫ് 6 rupees 4. ഇവിടെ പറയുന്നത് എന്താ? ഒരു മാൻ കുറച്ച് പെൻസില് മേടിച്ചു. ഓക്കെ, എങ്ങനെയാ? 6 എണ്ണം 6 rupees 4. അപ്പോ ഇവിടെ ബൈ ചെയ്തത് പെൻസിലാണ്. പെൻസില് 6 എണ്ണം 4 രൂപ നിരക്കിൽ ഒരാൾ മേടിച്ചു എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ആൻഡ് സോൾഡ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 4 rupees 6. എന്നിട്ടത് വിറ്റു, സെൽ ചെയ്തു. സോൾഡ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 4 rupees 6. 4 എണ്ണം 6 രൂപ എന്നുള്ള നിരക്കിലാണ് അതിനെ വിറ്റത്. ഹിസ് ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് ഇൻ ദ ട്രാൻസാക്ഷൻ ഈസ്. എങ്കിൽ അയാൾ മേടിച്ചിട്ട് ഇത് വിറ്റപ്പോൾ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ രീതി തന്നെയാണ് ഇവിടെ പറഞ്ഞ. എന്താ? കുറച്ച് പെൻസിൽ ഒരാൾ മേടിച്ചു. എന്നിട്ട് അയാൾ മേടിച്ചത് എത്രയാണ്? 6 പെൻസിലാണ് അയാൾ മേടിച്ചത്. 6 എണ്ണം 4 രൂപ എന്നുള്ള നിരക്കിൽ അയാൾ മേടിച്ചിട്ട് അയാൾ വിറ്റപ്പോൾ അതിനെ 4 എണ്ണം 6 രൂപ എന്നുള്ള നിരക്കിൽ വിറ്റു എന്നാ പറയുന്നത്.
കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു. അയാൾ മാർക്കറ്റിലാണ് പോയി മേടിച്ചതെന്ന് വെക്കൂ. ഓരോ 6 എണ്ണവും 4 രൂപ എന്നുള്ള നിരക്കിൽ അയാൾ ധാരാളം പെൻസിൽ മേടിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് അയാൾ അതിനെ കടയിൽ കൊണ്ടുവന്ന് അതിൽ നിന്നും ഓരോ 4 എണ്ണം എടുത്തിട്ട് അയാൾ വിൽക്കുമ്പോൾ 4 എണ്ണം 6 രൂപ 4 എണ്ണം 6 രൂപ എന്നുള്ള നിരക്കിൽ മേടിച്ച അത്രയും പെൻസിൽ വിറ്റിട്ടുണ്ടാവാം. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ നമുക്ക് മേടിച്ചതും വിറ്റതും തുല്യമായിട്ടുള്ള പെൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം കണ്ടെത്താൻ വേണ്ടി എളുപ്പമല്ലേ? എങ്കിൽ മേടിച്ചത് 6 ഇവിടെ 6 എണ്ണം 4 രൂപ എന്ന നിരക്കിലും വിറ്റത് 4 എണ്ണം 6 രൂപ എന്നുള്ള നിരക്കിലുമാണ് കിടക്കുന്നത്. എങ്കിൽ നമ്മൾ മേടിച്ചതും വിറ്റതുമായിട്ടുള്ള പെൻസിലിനെ ഈക്വൽ ചെയ്യാം. ഈക്വലാക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ 6ൻ്റെയും 4ൻ്റെയും LCMലോട്ട് മേടിച്ചതും വിറ്റതുമായിട്ടുള്ള പെൻസിലുകളെ കൊണ്ടുവരാം. അപ്പോൾ 6ൻ്റെയും 4ൻ്റെയും LCM എടുക്കാം. കൂട്ടത്തിൽ വലുത് 6ലും 4ലും കൂട്ടത്തിൽ വലിയ നമ്പർ 6 ആണ്. അതിൻ്റെ ഏത് മൾട്ടിപ്പിളിൽ 4 ചെറിയ നമ്പരും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ നോക്കിയാൽ മതി. 6ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 6 × 1 6, 4 പോകത്തില്ല. 6ൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 6 × 2 12, 12ൽ 4 പോവും. 4 × 3 ആണ് 12. അപ്പോൾ 12 ആണ് LCM. LCM 12 എന്നെടുത്താൽ നമ്മൾ മേടിച്ചതും വിറ്റതുമായിട്ടുള്ള പെൻസിലും 12ലോട്ട് കൊണ്ടുവരാം. അപ്പോൾ പ്രൈസ് എങ്ങനെ മാറുമെന്ന് നോക്കാം. അതിലേക്കായി 6 പെൻസില് 12 ആവാനായിട്ട് ഇതിൻ്റെ 2 മടങ്ങാണല്ലേ. 6 × 2 ആണ് 12. എങ്കിൽ 6 2 മടങ്ങ് കൂടി 12 ആയി കഴിഞ്ഞാൽ വിലയും 6 എണ്ണം 4 രൂപയല്ലേ, വിലയും 4ൽ നിന്ന് 2 മടങ്ങ് കൂടി 8 ആവും. അപ്പോൾ നമ്മൾ മേടിച്ചത് ബൈ 12 പെൻസിലിലോട്ട് കൊണ്ടുവന്നു 8 രൂപയായി. എങ്കിൽ സെൽ ചെയ്തത് 4 പെൻസിലാണ്. ഇതിനെ 12ലോട്ട് കൊണ്ടുവരാൻ 4 × 3 ആണ് 12. 4 3 മടങ്ങ് കൂടണം. അപ്പോൾ വിലയും 3 മടങ്ങ് 6 × 3 18 ആകും. ഇതാ നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റി. 12 പെൻസിൽ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. 12 പെൻസിലിലോട്ട് എടുത്തപ്പോൾ 12 പെൻസിലിലോട്ട് എടുത്തപ്പോൾ റേറ്റ് എത്രയായി? 12 പെൻസിലിന് 8 രൂപ. ഓക്കെ, എന്നിട്ടത് വിറ്റപ്പോൾ 12 പെൻസിലിൽ എത്രയാ? 12 എണ്ണം 18 രൂപയായി. 12 എണ്ണം 18 രൂപയായി. ഓക്കെ, മേടിച്ചതും വിറ്റതും തുല്യ നമ്പറുകളായതുകൊണ്ട് അതിൻ്റെ വില മാത്രം നോക്കിയാൽ മതിയാകും. 12 എണ്ണം 8 രൂപയ്ക്ക് മേടിച്ചിട്ട് 12 എണ്ണം 18 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിനർത്ഥം 8 രൂപയ്ക്കുള്ള സാധനം 18 രൂപയ്ക്ക് വിറ്റു എന്നാണ്. അപ്പോൾ ലാഭം 8ൽ നിന്നും 10 രൂപ കൂടുതൽ. അയാൾ 8 രൂപയ്ക്ക് മേടിച്ചിട്ട് 10 രൂപ കൂട്ടിയാണ് അയാൾ വിറ്റത്. അപ്പോൾ 8ൽ 10 ലാഭം. എങ്കിൽ പെർസെൻറ്റേജ് കണ്ടെത്താൻ × 100. ഓക്കെ, 10നെ 8നെയും 2 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 4 വെച്ച് 100ൽ 25. 25 × 5 125% പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ആൻസർ 125% എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഒന്നും കൂടെ നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Some mangoes were bought 6 for ₹5 and sells them 5 for ₹1. His profit or loss percent? ഇവിടെ പറയുന്നത് എന്താ? ഒരാൾ കുറച്ച് മാങ്ങ, ഓക്കെ, മാംഗോ 6 എണ്ണം 5 രൂപ എന്ന നിരക്കിൽ മേടിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോൾ മേടിച്ചത് എത്രയാ? 6 എണ്ണം 5 രൂപ നിരക്കിൽ. എന്താ മേടിച്ചത്? മാംഗോ അല്ലേ? മാംഗോ 6 എണ്ണം 5 രൂപ നിരക്കിൽ. എന്നിട്ട് എന്താ പറയുന്നത്? ആൻഡ് സെൽസ് ദം 5 for ₹1. എന്നിട്ട് അത് വിറ്റപ്പോൾ 5 എണ്ണം 1 രൂപ നിരക്കിൽ അയാൾ വിറ്റു. എങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ ചെയ്യുന്ന രീതിയിൽ എന്താ ചെയ്യുക? 6 മാംഗോ 5 രൂപ എന്നുള്ള നിരക്കിലാണ് അയാൾ മേടിച്ചത്. എന്നിട്ട് അയാൾ വിൽക്കുമ്പോൾ 5 എണ്ണം 1 രൂപ എന്നുള്ള നിരക്കിലാണ് വിറ്റത്.
അപ്പോൾ നമുക്കിതിൽ ലാഭം കണ്ടെത്താൻ എളുപ്പം എന്ന് പറഞ്ഞാൽ വാങ്ങിയ മാങ്ങയും വിറ്റ മാങ്ങയും തുല്യമായിട്ടുള്ള നമ്പേഴ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ലാഭമോ നഷ്ടമോ എന്ന് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അതിനായിട്ട് LCM എടുക്കാം. ഓക്കെ, 6ന്റെയും 5ന്റെയും LCM എത്രയാണ്? ഒന്നുമില്ല, 1 വന്ന് പ്രൈം നമ്പർ ഉള്ളത് കൊണ്ട് ഡയറക്റ്റായിട്ട് 6 × 5 കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയാവും. 30 ആണ് LCM. അല്ല എന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ വരുന്നത് 6 ആണ്. 6ന്റെ ഏത് മൾട്ടിപ്പിളിൽ 5ഉം ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നോക്കിയാൽ മതി. 30 ആണ് LCM. ഓക്കെ, LCM 30 എന്ന് കിട്ടി. അപ്പോൾ ഈ മേടിച്ച മാങ്ങയും വിറ്റ മാങ്ങയും ഈ 30 എന്ന നമ്പറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിലേക്ക് ഈ 6 മാങ്ങ 5 രൂപ നിരക്കിൽ മേടിച്ചു. 6 30 ആവാൻ എന്താ ചെയ്യുന്നത്? 6 × 5 ആണ് 30 അല്ലേ? 6 × 5 ആണ് 30. എങ്കിൽ 6 5 മടങ്ങാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രൈസും 5 മടങ്ങ് കൂടുമല്ലോ. 5 × 5 25. ഇതാ നോക്കി, നമ്മളിപ്പോൾ മാറ്റി 30 മാങ്ങ 25 രൂപ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മേടിച്ചു എന്നാക്കി. അപ്പോൾ നമുക്ക് വിറ്റതും 30ലേക്ക് കൊണ്ടുവരാം. 5 മാങ്ങ 1 രൂപ എന്നുള്ള നിരക്കിലാണ് വിറ്റത് എങ്കിൽ 5 30 ആവാൻ 5 × 6 ആണ് 30. 5 6 മടങ്ങാവും. അപ്പോൾ അതിൻ്റെ പ്രൈസും 6 മടങ്ങാവണമല്ലോ. 1 × 6 6. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ മേടിച്ചത് 30 മാങ്ങ 25 രൂപ എന്നുള്ള നിരക്കിലും അത് വിറ്റപ്പോൾ 30 മാങ്ങ 6 രൂപ എന്നുള്ള നിരക്കിലും വിറ്റു എന്ന് നമ്മൾ മാറ്റി. അപ്പോ ബൈ ചെയ്തത് 30 മാംഗോ ആണെങ്കിൽ 25 രൂപയ്ക്കും, എങ്കിൽ അത് വിൽക്കുമ്പോൾ 30 മാങ്ങ 6 രൂപയും ആകും. എങ്കിൽ ഇവിടെ ലാഭമാണോ നഷ്ടമാണോ? 25 രൂപയ്ക്ക് മേടിച്ച സാധനം 6 രൂപയ്ക്ക് വിറ്റു എന്നല്ലേ അതിനർത്ഥം. 30 മാങ്ങ 25 രൂപയ്ക്ക് മേടിച്ചിട്ട് അതേ 30 മാങ്ങ 6 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 25 രൂപയ്ക്ക് നമ്മളൊരു സാധനം മേടിച്ചിട്ട് 6 രൂപയ്ക്ക് വിറ്റു എന്നാണ്. അപ്പോൾ 25ൽ നിന്നും എത്ര രൂപ കുറച്ചാണ് വിറ്റിട്ടുള്ളത്? 19 രൂപ കുറച്ചിട്ടാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ നഷ്ടമാണ്. നഷ്ടം എത്രയെന്ന് പറഞ്ഞാൽ 25ൽ നിന്നും 19 കുറച്ചാലാണ് 6 രൂപയാവുന്നത്. അപ്പോൾ 25ൽ 19 ലോസ് ആണ്. എങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ലോസ് നോക്കാൻ? × 100. 25ഉം 100ഉം വെട്ടുമ്പോൾ 4. 19 × 4 76% ലോസ് എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം മേടിച്ചതും വിറ്റതുമായിട്ടുള്ള സാധനം ഈക്വൽ ആക്കുക. അതിനേക്കായി LCM എടുക്കുക. LCM എടുത്തിട്ട് ആ നമ്പറിലേക്ക് മേടിച്ച സാധനവും അതിൻ്റെ വിലയും മാറ്റിയിട്ട് വിറ്റ സാധനവും അതിൻ്റെ വിലയിലും മാറ്റുക. തുല്യമായിട്ടുള്ള സാധനം മേടിച്ചിട്ട് തുല്യമായിട്ടുള്ള സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകും. അപ്പോൾ മേടിച്ചതിൽ നിന്ന് വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ, അത് എത്ര പെർസെൻറ്റേജ് എന്ന് അതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രവി ബൈ സം ടോഫീസ് അറ്റ് 2 rupees 1. രവി കുറച്ച് ടോഫീസ് 2 എണ്ണം 1 രൂപ എന്നുള്ള നിരക്കിൽ മേടിച്ചു. ആൻഡ് സെൽസ് ദം 5 rupees 1. ഹിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റ്. 2 എണ്ണം 1 രൂപ എന്നുള്ള നിരക്കിൽ രവി മേടിച്ചിട്ട് അയാൾ വിറ്റത് 5 എണ്ണം 1 രൂപ എന്നുള്ള നിരക്കിലാണ്. എങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. നമുക്ക് എടുത്തെഴുതാം. അയാൾ ബൈ ചെയ്തത് ടോഫീസ് ആണ് അല്ലേ? 2 ടോഫി 1 രൂപ എന്നുള്ള നിരക്കിൽ അയാൾ മേടിച്ചു. എന്നിട്ട് അയാളൊരു വിൽപ്പനക്കാരനാണ്. എന്നിട്ട് അയാളത് സെല്ല് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 5 എണ്ണം 1 രൂപ എന്നുള്ള നിരക്കിൽ അദ്ദേഹം അത് വിൽക്കുകയാണ്. ഇയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ? കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നോക്കിയതുപോലെ
നമുക്ക് ലാഭമോ നഷ്ടമോ എന്നറിയാനായിട്ട് എളുപ്പം എന്ന് പറഞ്ഞാൽ വാങ്ങിയതും വിറ്റതും ഒരേ നമ്പറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്കിൽ അതിലേക്കായിട്ട് നമുക്ക് ഈ വാങ്ങിച്ചതിൻ്റെയും വിറ്റതിൻ്റെയും LCMലേക്ക് കൊണ്ടുവരാം. 2 സാധനം മേടിച്ചിട്ട് 5 സാധനം വിറ്റു എന്നാണ്. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും LCM, 2ൻ്റെയും 5ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 2 പോകുന്നതെന്ന് നോക്കാം. 5ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 5 ആണ്, അതിൽ 2 ഡിവിസിബിൾ അല്ല. 5ൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 10 ആണ്, അതിൽ 2 ഡിവിസിബിൾ ആണ്. അപ്പോൾ LCM 10 ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് മേടിച്ചതും വിറ്റതും 10 ടോഫീസ് എന്ന നമ്പറിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ 2 ടോഫീസ് മേടിച്ചത് 2 ടോഫീസ് 1 രൂപ എന്ന നിരക്കിലാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ 10 ടോഫീസ് ആകുമ്പോൾ എങ്ങനെയാവും? 2 × 5 ആണ് 10. 2 5 മടങ്ങ് കൂടിയിരുന്നാലായിരിക്കും 10 ടോഫീസ് ആവുന്നത്. അപ്പോൾ റേറ്റും സ്വാഭാവികമായിട്ടും 5 മടങ്ങ് കൂടും. അപ്പോൾ 10 ടോഫീസ് 5 റുപ്പീസ് എന്നുള്ള നിരക്കിൽ മേടിച്ചു എന്ന് നമ്മൾ കൊണ്ടുവന്നു. എങ്കിൽ വിറ്റത് 5 ടോഫീസ് 1 രൂപ എന്നുള്ള നിരക്കിലാണ്. എങ്കിൽ 5 ടോഫീസിനെ 10ലേക്ക് മാറ്റാൻ 5 × 2 ആണ് 10. ഓക്കെ, ഇതിൽ വിൽക്കുമ്പോൾ 5 എണ്ണം 1 രൂപ എന്ന നിരക്കിലാണ് വിറ്റത്. 5 10 ആവാൻ 5 × 2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 × 2 2. അപ്പോൾ വിൽക്കുമ്പോൾ 10 ടോഫീസ് 2 രൂപ നിരക്കിൽ വിറ്റു എന്നെടുക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റി. മേടിച്ചത് 10 ടോഫി ആണെന്നുണ്ടെങ്കിൽ 5 രൂപ നിരക്കിലായിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്ന രീതിയിൽ. എങ്കിൽ വിറ്റത് 10 ടോഫി ആണെന്നുണ്ടെങ്കിൽ 2 രൂപ നിരക്കിലായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തി അല്ലേ? അപ്പോൾ ഇവിടെ ലാഭമാണോ നഷ്ടമാണോ? 10 ടോഫീസ് 5 രൂപയ്ക്ക് മേടിച്ചിട്ട് 10 ടോഫീസ് 2 രൂപയ്ക്ക് വിറ്റാൽ 5ൽ നിന്നും 3 രൂപ കുറച്ചാണ് വിൽക്കുന്നത് അല്ലേ? 5 രൂപയ്ക്ക് മേടിച്ച സാധനം 2 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് അർത്ഥം. വാങ്ങിച്ചതും വിറ്റതും തുല്യ സാധനമായാൽ പിന്നെ നമ്മൾ വില മാത്രം നോക്കിയാൽ മതി. 5 രൂപയ്ക്ക് മേടിച്ച സാധനം 2 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 5ൽ നിന്നും 2 രൂപയ്ക്ക് വിറ്റാൽ 3 രൂപ കുറച്ചാണ് വിറ്റത്. അപ്പോൾ 5ൽ 3 നഷ്ടം എന്നല്ലേ? അപ്പോൾ എത്ര പെർസെൻറ്റേജ് നഷ്ടം നോക്കാൻ × 100 കൊടുക്കുക. 5 വെച്ച് 100 വിട്ടുമ്പോഴത്തേക്കും 10ൽ 2 0 ബാലൻസ് 20 × 3 60% ലോസ് എന്നാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം പെൻസ് ആർ ബോട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 11 for ₹10. ആദ്യം പറയുന്നത് കുറച്ച് പെന്നുകൾ 11 എണ്ണം 10 രൂപ എന്ന നിരക്കിൽ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ആൻഡ് സെയിം നമ്പർ ബോട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 9 for ₹10. പിന്നെ പറയുന്നത് അതേ സെയിം നമ്പർ പെന്നുകൾ 9 എണ്ണം 10 രൂപ നിരക്കിൽ വീണ്ടും മേടിച്ചു എന്നാണ്. ഇവിടെ വിറ്റു എന്നല്ല. ഇനി എന്താ പറയുന്നത്? ഇഫ് ദ ഹോൾ പെൻ ആർ സോൾഡ് അറ്റ് 1 rupees per pen, find the gain or loss percentage. അങ്ങനെ മേടിച്ച എല്ലാ പെന്നുകളും ഒരെണ്ണത്തിന് 1 രൂപ എന്നുള്ള നിരക്കിൽ വിറ്റ് കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എങ്കിൽ എത്ര പെർസെൻറ്റേജ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. കഴിഞ്ഞ മോഡലിൽ നിന്നും കുറച്ച് വ്യത്യാസത്തോടു കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് എന്താ? 11 എണ്ണം 10 രൂപ എന്നുള്ള നിരക്കിൽ കുറച്ച് പെന്നുകൾ മേടിച്ചു അല്ലേ? ഒരാള് 11 എണ്ണം 10 രൂപ എന്നുള്ള നിരക്കിൽ കുറച്ച് പെന്നുകൾ മേടിച്ചു. അടുത്തെന്താ? അതേ സെയിം അങ്ങനെ 11 എണ്ണം 10 രൂപ എന്നുള്ള നിരക്കിൽ അയാൾ അടുത്തുനിന്ന് മേടിച്ചെന്നാണ്. അങ്ങനെ ആ നിരക്കിൽ അയാൾ എത്ര പെന്ന് വേണമെങ്കിലും മേടിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഓരോ 11 പെന്നിനും 10 രൂപ വെച്ചാവും എന്നാണ്. ഇനി അടുത്ത പറയുന്ന അയാൾ അങ്ങനെ എത്ര പെന്ന് മേടിച്ചോ അത്രയും പെന്നുകൾ അയാൾ പിന്നെയും ബൈ ചെയ്യുകയാണ്, പിന്നെയും മേടിക്കുകയാണ്. അപ്പോൾ അയാൾ അങ്ങനെ മേടിച്ച അത്രയും പെന്നുകൾ അടുത്ത് മേടിക്കുന്നത് 9 എണ്ണം
10 രൂപ എന്ന നിരക്കിലാണ്. ഇങ്ങനെ മേടിച്ച പെന്നുകൾ അയാള് ഒരുമിച്ചാക്കിയിട്ട് അയാൾ എന്താ ചെയ്യുക? ഒരു പെന്ന് 1 രൂപ എന്ന നിരക്കിൽ വിറ്റു എന്നാണ് പറയുന്നത്. എങ്കിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ എന്താ ചെയ്യുക? 11 എണ്ണം 10 രൂപയ്ക്ക് മേടിച്ചു. അങ്ങനെ ഒരുപാട് സെറ്റ് പെന്നുകൾ അയാൾ മേടിച്ചിട്ടുണ്ടാവുക. അതുപോലെ അയാൾ വീണ്ടും അത്രയും നമ്പർ പെന്ന് 9 എണ്ണം 10 രൂപ എന്നുള്ള നിരക്കിൽ മേടിച്ചു എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് പെന്നിൻ്റെ നമ്പർ വന്ന് ഈക്വൽ ആക്കാം, നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനായിട്ട്. അപ്പോൾ 11ൻ്റെയും 9ൻ്റെയും LCM എടുക്കാം. 11ൻ്റെയും 9ൻ്റെയും LCM, 11 വന്ന് പ്രൈം നമ്പറാണ്. അപ്പോൾ LCM എടുക്കാൻ എളുപ്പ വഴി 11 × 9 തന്നെയായിരിക്കും അതിൻ്റെ LCM. അപ്പോൾ 11 × 9 99 ആണ്. അപ്പോൾ LCM 99. അപ്പോൾ മേടിച്ച പെന്നുകൾ 99 എന്ന നമ്പറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിലേക്കായി 11 99 ആകാനായിട്ട് 11 × 9 ആണ് 99 അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 10 എന്ന് പറയുന്നതും 11 9 മടങ്ങാവുമ്പോഴാണ് 99 ആവുന്നത്. അപ്പോൾ 10ഉം സ്വാഭാവികമായിട്ടും വിലയും 9 മടങ്ങ് കൂടുമല്ലോ. 99 പെൻ 90 rupees. ഓക്കെ, എങ്കിൽ അടുത്ത സെറ്റ് മേടിച്ചത് എത്ര? 9 എണ്ണം 10 രൂപ എന്ന നിരക്കിലാണ്. ഈ 9 99 ആവാൻ 9 × 11 ആണ് 99. 9 11 മടങ്ങാവും. സ്വാഭാവികമായിട്ടും അത് മേടിച്ച വിലയും 10ഉം 11 മടങ്ങാവും. 10 × 11 110. നമ്മൾ പെന്നിൻ്റെ നമ്പേഴ്സ് ഈക്വലാക്കി. രണ്ടും മേടിച്ചത് 99 എന്ന നമ്പറിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്കിതാ ഇങ്ങോട്ട് എഴുതാം. ബൈ ചെയ്തത് 99 പെന്നാണെങ്കിൽ ആദ്യം പറയുന്ന 11 പെന്ന് 10 രൂപ എന്ന റേറ്റ് അനുസരിച്ച് 99ലോട്ട് മാറ്റിയപ്പോൾ 99 പെന്ന് 90 rupees എന്ന റേറ്റിലോട്ടായി. വീണ്ടും അടുത്ത സെറ്റ് നമുക്ക് 99ലോട്ട് കൊണ്ടുവന്നപ്പോൾ 99 110 എന്ന നമ്പറിലോട്ട് കിട്ടി. എങ്കിൽ ടോട്ടൽ ഇവിടെ അയാൾ എത്ര പെന്നാണ് മേടിച്ചത്? 99 99 വെച്ച് 2 സെറ്റ്. 99 + 99 198. ഓക്കെ, 198 പെണ്ണ് ടോട്ടൽ എത്ര രൂപയ്ക്കായിരിക്കും മേടിച്ചത്? ആദ്യം 90 രൂപയ്ക്കും 99 പെണ്ണ് 90 രൂപയ്ക്കും, വീണ്ടും അടുത്ത സെറ്റ് 99 പെണ്ണ് 110 ആണെന്നുണ്ടെങ്കിൽ 90 + 110 200. അപ്പോൾ ഫസ്റ്റ് അയാൾ മൊത്തം ബൈ ചെയ്ത പെന്നിൻ്റെ വില എന്ന് പറഞ്ഞാൽ 198 പെന്ന് 200 രൂപയ്ക്ക് അയാൾ മേടിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഈ 198 പെന്ന് ഒരു പെന്ന് 1 രൂപ എന്നുള്ള നിരക്കിൽ ഈ 198 പെന്നും വിറ്റാൽ എത്ര രൂപയായിരിക്കും? ഒരു പെന്ന് 1 രൂപ എന്നുള്ള നിരക്കിൽ 198 പെന്നും വിറ്റ് കഴിഞ്ഞാൽ 198 × 1 198 rupeesനായിരിക്കും അയാൾ സെല്ല് ചെയ്തത്. അപ്പോൾ അയാൾ മേടിച്ചത് 198 പെന്ന് 200 രൂപയ്ക്കാണ് അയാൾ ബൈ ചെയ്തത് അല്ലേ? എന്നിട്ടത് സെല്ല് ചെയ്തത് എത്രയ്ക്കാ? ഒരു പെന്ന് 1 രൂപ എന്നുള്ള രീതിയിൽ 198 പെന്ന് 198 × 1 198. അപ്പോൾ 200 രൂപയ്ക്ക് അയാൾ മേടിച്ചിട്ട് 198 രൂപയ്ക്ക് സെല്ല് ചെയ്തു. 200-ൽ നിന്നും 2 രൂപ കുറച്ചാണ് അയാൾ മൊത്തത്തിൽ ആ കച്ചവടത്തിൽ വിറ്റിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. നഷ്ടം എന്ന് പറഞ്ഞാൽ 200-ൽ 2 രൂപയാണ് നഷ്ടം സംഭവിച്ചത്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജിന് തുല്യമായിരിക്കും എന്നറിയാൻ ×100 കൊടുത്താൽ മതിയാകും. 2ഉം 2ഉം വെട്ടാം, താഴെ 100ആണുള്ളത്. 100ഉം 100ഉം വെട്ടുമ്പോൾ 1. അപ്പോൾ 1% ലോസ് ആണ് അല്ലേ? 200-ൽ 2 രൂപ, 200 രൂപയ്ക്ക് മേടിച്ച സാധനം 198 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 200-ൽ 2 രൂപ ലോസാണ്. അപ്പോൾ 200-ൽ 2 രൂപ എത്ര പെർസെൻറ്റേജ് എന്ന് കണ്ടെത്തിയപ്പോഴത്തേക്കും 1% ലോസ് എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മാൻ പർച്ചേസ് സം എഗ് അറ്റ് 3 4 rupees 5. ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത് എന്താ? ഒരു മാൻ
അയാൾ പർച്ചേസ് ചെയ്യാണ് കുറച്ച് എഗ്ഗ്, 3 എണ്ണം 5 രൂപ എന്ന നിരക്കിൽ കുറച്ച് മുട്ടകൾ അയാൾ മേടിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത്. ഓക്കെ, അയാൾ മേടിക്കുകയാണ്. എത്രയാ എഗ്ഗുകളാണ് അയാൾ മേടിക്കുന്നത്? 3 എണ്ണം 5 രൂപ നിരക്കിലാണ് അയാൾ മേടിച്ചത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ആൻഡ് സോൾഡ് ദം അറ്റ് 5 for ₹12. എന്നിട്ട് ഇയാള് 5 എണ്ണം 12 രൂപ എന്ന നിരക്കിൽ മേടിച്ച എഗ്ഗുകൾ വിൽക്കുകയാണ്. സെല്ല് ചെയ്തത് 5 എണ്ണം 12 രൂപ എന്ന നിരക്കിൽ അയാൾ ഇത് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയാൾ കച്ചവടക്കാരനാണ്, അയാളൊരു മാർക്കറ്റിൽ നിന്നാണ് മുട്ടകൾ മേടിച്ചു എന്ന് കരുതുക. എങ്കിൽ മേടിച്ച എത്ര? 3 മുട്ട 5 രൂപ എന്ന നിരക്കിൽ ഒരുപാട് മുട്ടകൾ അയാൾ മേടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ മേടിച്ച മുട്ടകളെല്ലാം കൂടെ കൊണ്ട് അയാളുടെ കടയിൽ വന്നു. ആ മേടിച്ച മുട്ടകളിൽ നിന്നും ഓരോ 5 മുട്ട വെച്ചെടുത്ത് ഓരോ 5 മുട്ടയും 12 രൂപ എന്ന നിരക്കിൽ അയാൾ മേടിച്ച അത്രയും മുട്ടയും വിൽക്കുകയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി എന്താ പറയുന്നത്? Thus he gained 143 in all the number of eggs he bought is. അപ്പോൾ എന്നിട്ട് ഈ മേടിച്ചിട്ട് വിറ്റ മുട്ടകളെല്ലാം വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് 143 രൂപയാണ് ഈ ട്രാൻസാക്ഷനിൽ, ഈ കച്ചവടത്തിൽ അയാൾക്ക് കിട്ടിയ ലാഭം. എങ്കിൽ എന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് എഗ്സ് ഹി ബോട്ട് ഈസ്. എങ്കിൽ അയാൾ എത്ര മുട്ടയായിരിക്കും മേടിച്ചത് മാർക്കറ്റിൽ നിന്ന്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. മേടിച്ചത് 3 എണ്ണം 5 രൂപ എന്നുള്ള നിരക്കിലും വിൽക്കുമ്പോൾ 5 എണ്ണം 12 രൂപ എന്ന നിരക്കിലുമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് മേടിച്ചതും വിറ്റതുമായിട്ടുള്ള മുട്ടകളുടെ നമ്പർ തുല്യമാക്കിയാൽ മതിയാകും. അതിലേക്കായി 3ന്റെയും 5ന്റെയും LCM എടുക്കുക. 3ന്റെയും 5ന്റെയും LCM എടുക്കാൻ കോമൺ ആയിട്ട് ഒരു നമ്പറിലും ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പ്രൈം നമ്പേഴ്സും കൂടെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 3 into 5 എടുത്തു കഴിഞ്ഞാൽ മാത്രം മതി, അതിന്റെ LCM കിട്ടും. അപ്പോൾ LCM 3 into 5 15 ആണ്. അപ്പോൾ മേടിച്ച എഗ്ഗുകൾ ഈ 15 എന്ന നമ്പറിലോട്ട് കൊണ്ടുവരാം. എങ്കിൽ 3 എഗ്ഗ് 5 രൂപ എന്ന നിരക്കിൽ മേടിച്ചു. അപ്പോൾ ഈ 3 എഗ്ഗ് 15 ആകുമ്പോഴത്തേക്കും 3 into 5 അല്ലേ 15, 3 5 മടങ്ങാവും. അപ്പൊ ഈ 5 രൂപയും 5 മടങ്ങാകത്തില്ലേ? 3 എഗ്ഗ് 5 രൂപ എന്ന നിരക്കിൽ മേടിച്ചാൽ 3 15 ആവാൻ 3 into 5 ആണ് 15. എങ്കിൽ ഈ 5 രൂപയും 5 മടങ്ങ് വില വർദ്ധിച്ച് 25 rupees ആകും. ഓക്കെ, എങ്കിൽ നമുക്ക് വിറ്റത് 5 എണ്ണം 12 എന്നുള്ള നിരക്കിലാണ്, അതും 15ലോട്ട് കൊണ്ടുവരാം. അതിലേക്കായി 5 15 ആവാൻ 5 into 3 ആണ് 15. എങ്കിൽ 5 എണ്ണം 12 രൂപ എന്നുള്ള നിരക്കിലാണ്. ആ 5 15 ആവാൻ വേണ്ടി 5 into 3 ആണെന്നുണ്ടെങ്കിൽ ആ 12ന്റെ വിലയും 3 മടങ്ങ് വർദ്ധിക്കും. 12 into 3 36. ഓക്കെ, അപ്പോൾ നമ്മൾ മേടിച്ചതും വിറ്റതും 15 എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് മേടിച്ചു എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. ബൈ ചെയ്തത് 15 എഗ്ഗ് ആണ് എന്നുണ്ടെങ്കിൽ 25 രൂപയ്ക്കായിരിക്കും അയാൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ നിരക്കിൽ മേടിച്ചിട്ടുള്ളത്. എങ്കിൽ അയാൾ അത് വിൽക്കുന്നത് 15 എണ്ണം 36 രൂപ എന്നുള്ള നിരക്കിൽ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതി അനുസരിച്ച് നമ്മൾ 15ലോട്ട് മാറ്റിയപ്പോൾ 15 എണ്ണം 25 രൂപയ്ക്ക് മേടിച്ചിട്ട് അതേ 15 എണ്ണം 36 രൂപയ്ക്ക് വിറ്റു എന്നുള്ള രീതിയിലാണ്. 15 എണ്ണം മേടിച്ചിട്ട് വിൽക്കുമ്പോൾ 25 രൂപയ്ക്ക് മേടിച്ചിട്ട് 36 രൂപയ്ക്ക് വിറ്റു. അതായത് 25ൽ 11 രൂപ ഈ ട്രാൻസാക്ഷനിൽ അയാൾ ലാഭമുണ്ടാക്കി. 15 വിറ്റിരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? 143 രൂപയാണ് അയാൾക്ക് ഈ ട്രാൻസാക്ഷനിൽ ലാഭമുണ്ടായത്. അതായത് 15 എണ്ണം വിറ്റിരുന്നുണ്ടെങ്കിൽ 11 രൂപ ലാഭം ഉണ്ടാവും. ആ കണക്കിന് 143 രൂപ ലാഭം ഉണ്ടാക്കാൻ നമ്മൾ പെർസെൻറ്റേജിൽ ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ 15 11 ആണെങ്കിൽ 11 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ 143 റുപ്പീസ് എത്രയായിരിക്കും എന്ന് നോക്കിയാൽ 15 എഗ്ഗ് വിറ്റപ്പോൾ 11 രൂപ ലാഭം ഉണ്ടാക്കി.
ആ കണക്കിന് 143 രൂപ ലാഭം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എത്ര എഗ് ആയിരിക്കും വിറ്റു എന്ന് നോക്കാൻ ഇൻറ്റു 143 കൊടുത്താൽ 11 143 വെട്ടുമ്പോൾ ഫസ്റ്റ് 14 ആണ് 1 3 ബാലൻസ് വരും. വീണ്ടും 11 വെച്ച് 33 വെട്ടുമ്പോൾ 13 15 ഇൻറ്റു 13 നമുക്ക് നോക്കാം. 15 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 3 ആണ് 13 അല്ലേ? 15 ഇൻറ്റു 10 150 പ്ലസ് 15 ഇൻറ്റു 3 45 ഈക്വൽ ടു 195 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 195 എക്സ് ആയിരിക്കും അയാൾ ഈ ട്രാൻസാക്ഷനിൽ വിറ്റിട്ടുള്ളത്. ഒന്നുമില്ല, 15 എഗ്ഗിലോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ അയാൾ 25 രൂപയ്ക്ക് മേടിച്ചിട്ട് 36 രൂപയ്ക്ക് വിറ്റു, 11 രൂപ ലാഭമുണ്ടാക്കി. ആ കണക്കിന് അയാൾക്ക് 143 രൂപ ലാഭമുണ്ടാക്കാനായിട്ട് 11ന്റെ 143 ഡിവൈഡഡ് ബൈ 11 എന്ന് കൊടുത്ത് നോക്കൂ. 13 വീണ്ടും 33 13 കിട്ടും. അതായത് 11ന്റെ 13 മടങ്ങാണ് 143. അങ്ങനെയെങ്കിൽ ഇതാ ഇങ്ങനെയും ചെയ്ത് നോക്കാം. 15 എഗ്ഗ് വിറ്റപ്പോൾ 11 രൂപയാണ് ലാഭം കിട്ടിയത്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച് 11 ഇൻറ്റു 13 ആണ് 143. അപ്പോൾ സ്വാഭാവികമായും ഈ 15ന്റെയും 13 മടങ്ങായിരിക്കും 195 എന്ന് കിട്ടും. 195 എഗ്ഗ് വിൽക്കുമ്പോഴാണ് അയാൾക്ക് 143 രൂപ പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള മോഡലുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റ് അത്രയും നന്നായി നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമുല യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അവർ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ചോദിച്ചിരുന്നാലും നിങ്ങൾ ബേസിക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായി കഴിയും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്താനായി ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും